ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഫില്ലിംഗ് ആണ് ഞാൻ ഇതിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അട കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ ചെറിയ പീസുകളായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഒഴിക്കേണ്ടവർക്കാണെങ്കിൽ കൂടുതൽ ഒഴിക്കുക. ഞാനിപ്പോൾ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഈ പഴത്തിൻ്റെ പീസസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത പഴത്തിൻ്റെ കളറൊന്ന് ജസ്റ്റ് ഒന്ന് മാറി, അതുപോലെ തന്നെ പഴം ഒന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നാളികേരം ചിരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നാളികേരം ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് നാളികേരം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ പഴം കൂടുതൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴം കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായയുടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലാത്തവരാണെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ശർക്കര ഓൾറെഡി മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 ബെല്ലം ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായി മെൽറ്റ് ചെയ്തിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ കുറേ വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ചെയ്യരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഴവും നാളികേരവും ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് അട ഉണ്ടാക്കാനുള്ള മാവൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇച്ചിരി ലൂസിലായിരിക്കണം നമ്മുടെ ബാറ്റർ വേണ്ടത് കേട്ടോ. നമുക്ക് അടയിൽ നിന്ന് പരത്തി കൊടുക്കാവുന്ന രീതിയിലൊന്ന് ഇച്ചിരി ലൂസായിരിക്കണം. അപ്പോൾ നമ്മുടെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ലൂസ്നെസ് വേണം. ഭയങ്കര ലൂസായി വെള്ളം പോലെ ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അട ഉണ്ടാക്കാനുള്ള വാഴല ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ടോ ഒരു തുണി വെച്ചിട്ടോ ആ വെള്ളം ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഞാനിപ്പോൾ തുടച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സൈഡിൽ വേണമെങ്കിലും അട ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിൻ്റെ ഉൾവശത്താണ് അട റെഡിയാക്കി എടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ച ആ പൊടി എടുത്തിട്ട് നമുക്ക് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൈമയൊക്കെ ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് നമുക്ക് പരത്താൻ പറ്റും. അപ്പോൾ എപ്പോഴൊക്കെ നമുക്ക് ഒട്ടിപ്പിടിക്കുന്ന ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ പരത്തി കൊടുക്കുമ്പോൾ തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കാൻ നോക്കുക. അധികം കട്ടിയിലല്ലാണ്ട് തന്നെ തിന്നായിട്ട് തന്നെ പരത്തി കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി കൊണ്ടുള്ള അടയാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയിട്ട് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് മെയിനായിട്ട് ഇതിൻ്റെ ഫില്ലിംഗ് ആണ് മെയിൻ ഹൈലൈറ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈഡിൽ ഫുൾ ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ അടയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഈ അട സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം ഓൾറെഡി ഗ്യാസും വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച അട അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച അടകൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അട വെച്ച് കൊടുക്കുമ്പോൾ മൊത്തത്തിൽ അതിൻ്റെ മേലെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുക്കായി കിട്ടില്ല. കാരണം ആവി കയറാത്ത എയർ കടക്കാത്ത സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ വാഴലയുടെ തന്നെ ഒരു തണ്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട്. അത് അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലിൽ അട വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആവി കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ അട വന്നോന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അട ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫില്ലിങ് വെച്ച ഗോതമ്പട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല വായിൽ വെള്ളം വരുന്ന രീതിയിലുള്ള ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്